നമസ്കാരം. ഏവർക്കും പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് നവംബർ 19, 2025 ബുധൻ. വീക്കായ ഗ്ലോബൽ ക്യൂസ്, പ്രോഫിറ്റ് ബുക്കിംഗ് തുടങ്ങിയ കാരണങ്ങൾ കൊണ്ട് തുടർച്ചയായ നേട്ടങ്ങൾക്ക് ശേഷം ഇന്നലെ ഇന്ത്യൻ മാർക്കറ്റിന് നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ട് വരികയുണ്ടായി. വിദേശ ധനകാര്യ സ്ഥാപനങ്ങളും ഇന്നലെ ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ 728.82 കോടി രൂപയ്ക്ക് സെല്ലിംഗ് ആണ് നടത്തുകയുണ്ടായത്. അതേസമയം ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ 6156.83 കോടി രൂപയുടെ ബൈയിങ്ങും തുടരുകയുണ്ടായി. ഇന്നത്തെ നമ്മുടെ മാർക്കറ്റിലേക്ക് സ്പെസിഫിക് ആയിട്ട് വന്നു കഴിയുമ്പോൾ അനലിസ്റ്റുകളുടെയും എക്സ്പെർട്ടുകളുടെയൊക്കെ അഭിപ്രായ പ്രകാരം നിഫ്റ്റിക്ക് ഇനി മുന്നോട്ടൊരു പ്രയാണം സാധ്യമാകണമെങ്കിൽ 26,000 എന്ന കീ ലെവൽ ഇന്ന് അതിശക്തമായി മറികടന്നുകൊണ്ട് തുടർന്ന് 26,100 എന്ന ലെവലിലേക്കും എത്തിച്ചേരേണ്ടതായിട്ടുണ്ട്. 26,100 എന്ന ലെവലും മറികടന്നുകൊണ്ട് ഈ ലെവലിന് മുകളിലായിട്ട് നിലനിന്നെങ്കിൽ മാത്രമേ നിലവിലെ റെക്കോർഡ് ഹൈയിലേക്കുള്ള നിഫ്റ്റിയുടെ പ്രയാണം സാധ്യമാവുകയുള്ളൂ. അതേസമയം ഇന്ന് നിഫ്റ്റിയിൽ ഒരു ഫോൾ ഉണ്ടാവുകയാണെങ്കിൽ 25,800 എന്ന ലെവൽ ഇമ്മീഡിയറ്റ് സപ്പോർട്ടായിട്ട് മാറിയേക്കാം. തുടർന്ന് 25,700 എന്ന ലെവൽ അടുത്ത സപ്പോർട്ടും. എന്നാൽ അതേസമയം 25,600 എന്ന ലെവൽ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഡൗൺ സൈഡിലേക്ക് ക്രൂഷ്യലുമാണ്. ഈ ലെവൽ നിഫ്റ്റി ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ സെല്ലിംഗ് പ്രഷറും അനുഭവപ്പെട്ടേക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ട്രേഡ് റെക്കമെൻഡേഷൻ അല്ല, അനലിസ്റ്റുകളുടെയും എക്സ്പെർട്ടുകളുടെയൊക്കെ അഭിപ്രായങ്ങൾ മാത്രമാണ്. എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ടാണ് ഈ ലെവലുകൾ വിശദീകരിക്കുകയുണ്ടായത്. ഇന്ന് പ്രധാനപ്പെട്ട ഒത്തിരിയേറെ ഗ്ലോബൽ ഇവന്റുകൾ നിലനിൽക്കുന്ന ഒരു ദിനമാണ്. ഉച്ചയ്ക്ക് 12:30 UK-യിൽ നിന്നും ഒക്ടോബർ മാസത്തെ ഇൻഫ്ലേഷൻ ഡാറ്റയുടെ റിലീസ് ഉണ്ട്. വൈകുന്നേരം നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം 7 മണിയോടുകൂടി US-ൽ നിന്നും സെപ്റ്റംബർ മാസത്തെയും ഒക്ടോബർ മാസത്തെയും ബിൽഡിംഗ് പെർമിറ്റ്സ് ഡാറ്റയും ഹൗസിംഗ് സ്റ്റാർട്ട്സ് ഡാറ്റയും റിലീസിന് വേണ്ടി കാത്തിരിക്കുന്നു. ലീഡിംഗ് ആയ ADR സ്റ്റോക്സിൽ വിപ്രോ ADR-ന് ഫ്ലാറ്റ് ആയിട്ടും ബാക്കി എല്ലാ ADR സ്റ്റോക്സിനും നേട്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിക്കുകയുണ്ടായി. ആക്സിസ് ബാങ്ക് ADR-നും ഇൻഫോസിസ് ADR-നും അതേസമയം 1% നേട്ടവും കൈവരിക്കുവാനായി. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. വരുന്ന ഡിസംബർ മാസം ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് കട്ടിലുള്ള സാധ്യതകൾ മങ്ങിയതിനാലും ടെക് സെക്ടറിന്റെ മുകളിലുള്ള ആശങ്ക നിലനിൽക്കുന്നത് മാത്രമല്ല, സെക്ടർ വൈസ് ആശങ്കകളും നിലനിൽക്കുന്നതിനാൽ തന്നെ ഇന്നലെ S&P 500-നും നാസ്ഡാക്കിനും നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ട് വരികയുണ്ടായി. S&P 500-ന് 1%-അടുത്തും നാസ്ഡാക്കിന് 1%-ലേറെയും നഷ്ടം നേരിടേണ്ടതായിട്ട് വന്നു. എങ്കിലും നിലവിൽ ഡോ ജോൺസ് ഫ്യൂച്ചർ ഫ്ലാറ്റ് ആയിട്ടാണ് വ്യാപാരത്തിൽ തുടർന്നുകൊണ്ടിരിക്കുന്നത്. വീക്കായിട്ടുള്ള ഗ്ലോബൽ ക്യൂസിനെ തുടർന്ന് ഇന്നലെ 3 യൂറോപ്യൻ മാർക്കറ്റ്സിനും നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ട് വരികയുണ്ടായി. UK മാർക്കറ്റിന് 1.25%-യും അതേസമയം ഫ്രാൻസ്, ജർമ്മൻ മാർക്കറ്റുകൾക്ക് 2%-അടുത്തും നഷ്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ട് വന്നു. ഇന്ന് വെളുപ്പിനെ 2:30 ക്ലോസ് ആയ ഗിഫ്റ്റ് നിഫ്റ്റിയുടെ ഇൻഡിക്കേഷൻ പ്രകാരം സ്ലൈറ്റ്ലി പോസിറ്റീവ് ആയിട്ടുള്ള ഓപ്പണിംഗ് ആണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യുവാനായിട്ട് സാധിക്കുക. ഏഷ്യൻ മാർക്കറ്റ്സിലേക്ക് വരുമ്പോൾ ജപ്പാൻ മാർക്കറ്റ് 0.5%-യും കൊറിയൻ മാർക്കറ്റ് 1.5%-യും നഷ്ടത്തോടു കൂടിയിട്ടാണ് ഇന്ന് വ്യാപാരം ആരംഭിച്ചിട്ടുള്ളത്. കൊമോഡിറ്റിയിൽ ബ്രന്റ് ക്രൂഡിന്റെയും ക്രൂഡ് ഓയിലിന്റെയും വിലയിൽ ഇന്നലെ നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം നേരിയ ഉയർച്ച രേഖപ്പെടുത്തിയെങ്കിൽ കൂടിയിട്ടും നിലവിൽ നേരിയ ഇടിവാണ് അനുഭവപ്പെടുന്നത്. ബ്രന്റ് ക്രൂഡിന്റെ വില $64.77 എന്ന നിലയിലും ക്രൂഡ് ഓയിലിന്റെ വില $60.63 എന്ന നിലയിലുമായിട്ട് നിലകൊള്ളുന്നു. ഗോൾഡിന്റെ വിലയിൽ നേരിയ ഉയർച്ച നിലവിൽ അനുഭവപ്പെടുന്നുണ്ട്. തൽഫലമായി $4,077 എന്ന നിലയിലായിട്ടാണ് സ്വർണത്തിന്റെ വ്യാപാരം തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് സ്പെസിഫിക് ആയിട്ട് നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും ടെക്നിക്കൽസിലേക്ക് പ്രവേശിക്കാം. ഇന്ന് മുതൽ നിഫ്റ്റിയുടെ ഈ മാസത്തെ മന്ത്ലി കോൺട്രാക്ട്സുകളുടെ ഓപ്പൺ ഇൻട്രസ്റ്റുകളൊക്കെ ഏകദേശം ക്രിയേറ്റ് ചെയ്യപ്പെടും. എങ്കിലും PCR 0.91 എന്ന നിലയിലും മാക്സ് പെയിൻ 25,950 എന്ന ലെവലിലുമായിട്ട് നിലകൊള്ളുന്നു. ഇന്നലെ ഉണ്ടായ ഫോളിനെ തുടർന്ന് നിഫ്റ്റിയുടെ ഡെയിലി ടൈം ഫ്രെയിമിൽ നിന്നും ബെയറിഷ് ക്യാൻഡിലാണ് ദൃശ്യമാകുന്നത്. എങ്കിലും നിഫ്റ്റിക്ക് അതിന്റെ എല്ലാ കീ മൂവിംഗ് ആവറേജുകളുടെ മുകളിലായിട്ട് വ്യാപാരം അവസാനിപ്പിച്ച് നിലകൊള്ളുവാനുമായി RSIയും 60.18 എന്ന നിലയിലായിട്ടാണ് നിലകൊള്ളുന്നത്. മന്ത്ലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 26,000 എന്ന സ്ട്രൈക്കിലാണ് കോൾ സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് നിലവിൽ കാണുന്നത്. അതേ സ്ട്രൈക്കിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗും നിലവിൽ കാണുവാനായിട്ട് സാധിക്കുക. പുട്ട് സൈഡിലേക്കും 26,000 എന്ന സ്ട്രൈക്കിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നത്. അതേ സ്ട്രൈക്കിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗും നിലവിൽ കാണുക. ബാങ്ക് നിഫ്റ്റിയുടെ PCR 1.11 എന്ന നിലയിലും മാക്സ് പെയിൻ 58,500 എന്ന ലെവലിലുമായിട്ട് നിലകൊള്ളുന്നു. ബാങ്ക് നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ട്സിൽ അപ്പർ ആൻഡ് ലോവർ ഷാഡോസോട് കൂടിയിട്ടുള്ള ബെയറിഷ് ക്യാൻഡിലാണ് ദൃശ്യമാകുന്നത്. ബാങ്ക് നിഫ്റ്റിക്കും അതിന്റെ എല്ലാ കീ മൂവിംഗ് ആവറേജുകളുടെയും മുകളിലായിട്ട് വ്യാപാരം അവസാനിപ്പിച്ച് നിലകൊള്ളുവാനായതിനെ തുടർന്ന് RSIക്കും 70 എന്ന നിലയിലായിട്ട് നിലകൊള്ളുവാനുമായി മന്ത്ലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം
59,000 എന്ന സ്ട്രൈക്കിലാണ് കോൾ സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നത്. അതേ സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗും നിലവിൽ കാണുക. 58,500 എന്ന സ്ട്രൈക്കിലാണ് പുട്ട് സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 58,400 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗ് നിലവിൽ കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. HUL ഐസ്ക്രീം ബിസിനസ്സായ ക്വാളിറ്റി വോൾസ് ഇന്ത്യ ലിമിറ്റഡിനെ പുതിയൊരു സ്ഥാപനമാക്കി മാറ്റുന്നതിനുള്ള റെക്കോർഡ് തീയതി ഡയറക്ടർ ബോർഡ് ഇന്നലെ പ്രഖ്യാപിക്കുകയുണ്ടായി. ഡിസംബർ 5, 2025 റെക്കോർഡ് ഡേറ്റ് ആയിട്ട് പരിഗണിക്കുന്നത്. ആസാദ് എഞ്ചിനീയറിംഗ് വിമാന എഞ്ചിൻ ഘടകങ്ങൾ വികസിപ്പിക്കുന്നതിനും നിർമ്മിക്കുന്നതിനുമായി പ്രാറ്റ് ആൻഡ് വിറ്റ്നി കാനഡ കോർപ്പറേഷനുമായി കമ്പനി കരാറിൽ ഏർപ്പെടുകയുണ്ടായി. ഇൻഫോസിസ് 18,000 കോടി രൂപയുടെ ഓഹരി തിരിച്ചുവാങ്ങൽ വിൻഡോ നവംബർ 20 നാളെ തുറക്കും. PVV ഇൻഫ്ര ആന്ധ്രാപ്രദേശിലെ സോളാർ സെൽ യൂണിറ്റിൽ 650 കോടി രൂപ നിക്ഷേപത്തിനുള്ള ധാരണാപത്രത്തിൽ ഒപ്പുവെക്കുകയുണ്ടായി. ബാങ്ക് ഓഫ് ബറോഡ ചെറുകിട ബിസിനസ്സുകളിലേക്കുള്ള വായ്പ പ്രവാഹം വർദ്ധിപ്പിക്കുന്നതിനായിട്ട് ഇന്ത്യ ചെറുകിട വ്യവസായ വികസന ബാങ്കുമായിട്ട് ബാങ്ക് കരാറിൽ ഏർപ്പെട്ടു. പേടിഎമ്മിന്റെ മാതൃ കമ്പനിയായ 197 കമ്മ്യൂണിക്കേഷൻസിലെ 1.86% ഓഹരികൾ സ്വകാര്യ ഇക്വിറ്റി സ്ഥാപനമായ SAIF പാർട്ട്നേഴ്സ് ഇന്നലെ 1,556 കോടി രൂപയ്ക്ക് ഓപ്പൺ മാർക്കറ്റ് ഇടപാട് വഴി വിറ്റഴിക്കുകയുണ്ടായി. AEC ഇന്റർനാഷണൽ പവർ ഗ്രിഡ് കോർപ്പറേഷനിൽ നിന്ന് 9 മാസത്തേക്ക് കമ്പനിക്ക് വിലക്ക് പ്രഖ്യാപിക്കുകയുണ്ടായി. ഏവർക്കും നല്ല ഒരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. വൈകുന്നേരം പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.